പ്രിയപ്പെട്ട കൂട്ടുകാരെ, 2026 അക്ഷരമുറ്റം ടാലൻറ്റ് ഫെസ്റ്റിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാം. 2026 ജനുവരി 9 അക്ഷരമുറ്റം പതിപ്പിൽ നിന്നുള്ള ചോദ്യോത്തരങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യത്തെ ചോദ്യം, 2026 ഐക്യരാഷ്ട്ര സംഘടന ആചരിക്കുന്ന 3 പ്രധാന അന്താരാഷ്ട്ര വർഷങ്ങൾ ഏതെല്ലാമാണ്? വനിതാ കർഷകരുടെ വർഷം, സുസ്ഥിര വികസനത്തിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ വർഷം, മേച്ചൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും വർഷം എന്നിവയാണ് അവ. ഏത് സംഘടനയുടെ സഹായത്തോടെയാണ് ഐക്യരാഷ്ട്ര സംഘടന വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷം ആചരിക്കുന്നത്? ഭക്ഷ്യ കാർഷിക സംഘടന. വനിതാ കർഷകരുടെ അന്താരാഷ്ട്ര വർഷാചരണം കൊണ്ട് ലക്ഷ്യമിടുന്ന പ്രധാന കാര്യങ്ങൾ എന്തെല്ലാമാണ്? കാർഷിക മേഖലയിൽ സ്ത്രീകളുടെ പങ്ക് ഉയർത്തിക്കാട്ടുക, തൊഴിലിടങ്ങളിലെ ലിംഗവിവേചനം തടയുക, ഭക്ഷ്യസുരക്ഷയും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയും മെച്ചപ്പെടുത്തുക. അന്താരാഷ്ട്ര വളണ്ടിയർ ദിനമായി ആചരിക്കുന്നത് ഏതു ദിവസമാണ്? ഡിസംബർ 5. ഓരോ സംഭാവനയും പ്രധാനമാണ് എന്നത് ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ട പ്രമേയമാണ്? 2026 അന്താരാഷ്ട്ര വളണ്ടിയർ ദിനത്തിന്റെ പ്രമേയമാണിത്. IYRP എന്ന ചുരുക്കപ്പേര് സൂചിപ്പിക്കുന്ന അന്താരാഷ്ട്ര വർഷത്തിന്റെ പൂർണ്ണരൂപം എന്താണ്? ഇന്റർനാഷണൽ ഇയർ ഓഫ് റേഞ്ച് ലാൻഡ്സ് ആൻഡ് പേസ്ട്രലിസ്റ്റ്സ്, മേച്ചിൽപ്പുറങ്ങളുടെയും ഇടയന്മാരുടെയും അന്താരാഷ്ട്ര വർഷം. ബെന്യാമിന്റെ ആടുജീവിതം എന്ന നോവലിൽ ഒട്ടകങ്ങളെയും ചെമ്മരിയാടുകളെയും പരിപാലിക്കുന്ന പ്രധാന കഥാപാത്രത്തിന്റെ പേരെന്താണ്? നജീബ് എന്നാണ് ആ കഥാപാത്രത്തിന്റെ പേര്. ഇത് സിനിമയാക്കിയപ്പോൾ നജീബായിട്ട് അഭിനയിച്ചത് പൃഥ്വിരാജ് ആയിരുന്നു. കഴിഞ്ഞ വർഷത്തിന്, അതായത് 2025 ഐക്യരാഷ്ട്ര സംഘടന നൽകിയ പ്രാധാന്യം എന്തായിരുന്നു? 2025 2 അന്താരാഷ്ട്ര വർഷങ്ങളായാണ് ആചരിച്ചത്. അന്താരാഷ്ട്ര ഹിമാനികളുടെ സംരക്ഷണ വർഷം, അന്താരാഷ്ട്ര സഹകരണ വർഷം. ഈ ലക്കം അക്ഷരമുറ്റം പതിപ്പിൽ ചിത്രശലഭങ്ങളെ കുറിച്ചിട്ടുള്ള ഒരു കുറിപ്പുണ്ട്. അതിൽ നിന്നുള്ള ചോദ്യങ്ങളാണ് അടുത്തത്. പൂമ്പാറ്റകളുടെ കുടുംബത്തിൽപ്പെട്ട നിശാശലഭങ്ങളുടെ എത്ര അധികം സ്പീഷീസുകളെയാണ് ഇതുവരെ കണ്ടെത്തിയിട്ടുള്ളത്? 1,60,000 അധികം. നിശാശലഭങ്ങളുടെ സ്പീഷീസുകളുടെ എണ്ണം സാധാരണ പൂമ്പാറ്റ സ്പീഷീസുകളേക്കാൾ എത്ര മടങ്ങ് അധികമാണ്? 15 മടങ്ങ് അധികം. പ്രകാശം തട്ടുമ്പോൾ തിളങ്ങുന്ന നിശാശലഭങ്ങളുടെ ശരീരത്തിലെ പ്രത്യേക ഡിസൈനുകൾ അല്ലെങ്കിൽ പാറ്റേണുകൾ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? നെയ്തിലുകൾ. വളർച്ചയുടെ സമയത്ത് ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ പുഴുക്കൾ സ്വന്തം സിൽക്ക് നൂലുകൾ കൊണ്ട് കെട്ടുന്ന സുരക്ഷാ കോട്ടയുടെ പേരെന്താണ്? കൊക്കൂൺ. പഴയ ശരീരം മെല്ലെ അദൃശ്യമായി പുതിയ ചിറകുകൾ, കണ്ണ്, കാലുകൾ, ആന്റിന, തേൻ കുടിക്കാനുള്ള നാവ് എന്നിവ പുതിയതായി ഉണ്ടാകുന്ന പ്രക്രിയയുടെ പേരെന്ത്? പൂർണ്ണ രൂപാന്തരം അല്ലെങ്കിൽ കംപ്ലീറ്റ് മെറ്റാമോർഫോസിസ്. നിശാശലഭങ്ങളുടെ തേൻ കുടിക്കാനുള്ള നാവിന് പറയുന്ന ശാസ്ത്രീയ നാമം എന്താണ്? പ്രൊബോസിസ്. പരിസ്ഥിതി വ്യത്യാസങ്ങൾ പെട്ടെന്ന് തിരിച്ചറിയുകയും പ്രതികരിക്കുകയും ചെയ്യുന്നതിനാൽ ശാസ്ത്രലോകം നിശാശലഭങ്ങളെ എന്തു വിളിക്കുന്നു? ജൈവ സൂചകങ്ങൾ അല്ലെങ്കിൽ ബയോ ഇൻഡിക്കേറ്റേഴ്സ്. അടുത്ത കുറച്ച് ക്വസ്റ്റ്യൻസ് ചുറ്റിക്കറങ്ങുന്ന ഭൂമി എന്നൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്നാണ് ആദ്യത്തെ ചോദ്യം. ഭ്രമണ നിർണയ ദിനം അല്ലെങ്കിൽ ഭൗമ ഭ്രമണ ദിനം, എർത്ത് റൊട്ടേഷൻ ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? ജനുവരി 8. ജീൻ ബെർണാഡ് ലിയോൺ ഫൂക്കോ പാരീസിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ തന്റെ വിപ്ലവാത്മകമായ പെൻഡുലം പരീക്ഷണം നടത്തിയത് ഏത് വർഷത്തിലാണ്? 1851 ജനുവരി 8. 175 വർഷങ്ങൾക്ക് മുൻപ് ഫൂക്കോ ഉത്തര ദക്ഷിണ ധ്രുവങ്ങളെ ബന്ധിപ്പിക്കുന്ന സാങ്കല്പികമായ രച്ചുതണ്ടിൽ ഭൂമി ഭ്രമണം ചെയ്യുന്നു എന്ന് തൻ്റെ പെൻഡുലം പരീക്ഷണം വഴി കണ്ടുപിടിച്ചു. ഏത് നഗരത്തിലെ വാനനിരീക്ഷണ കേന്ദ്രത്തിൽ വെച്ചാണ്
ഫൂക്കോ ഈ പരീക്ഷണം നടത്തിയത്? പാരീസ്. പരീക്ഷണം നടത്തുമ്പോൾ ജീൻ ബെർണാഡ് ലിയോൺ ഫൂക്കോയുടെ പ്രായം എത്രയായിരുന്നു? 32 വയസ്സ്. ഭൂമിയെയും വാനശാസ്ത്രത്തെയും സംബന്ധിച്ച ചില കുട്ടികളുടെ പുസ്തകങ്ങൾ ഈ പതിപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കാം. ഓൺ എർത്ത് എന്ന പുസ്തകം 2008 രചിച്ചത് ആരാണ്? ജി. ബ്രയാൻ കാരസ്. സെയ്മൂർ സൈമൺ 2003 പുറത്തിറക്കിയ ഭൂമിയെയും വാനശാസ്ത്രത്തെയും സംബന്ധിച്ച പുസ്തകം ഏതാണ്? എർത്ത് അവർ പ്ലാനറ്റ് ഇൻ സ്പേസ്. ബോബ് ഡി വീസിന്റെ 1994 രചിച്ച പുസ്തകം ഏതാണ്? എർത്ത്, സൺ, മൂൺ റൊട്ടേഷൻ ആൻഡ് റെവല്യൂഷൻ. ജെയ്സൺ ചിൻ 2014 പുറത്തിറക്കിയ ശാസ്ത്ര പുസ്തകം ഏതാണ്? ഗ്രാവിറ്റി. ഇത്രയും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ജനുവരി 9 അക്ഷരമുറ്റം പതിപ്പിൽ നിന്ന് എടുക്കാനുള്ളത്. അടുത്ത ലക്കം പതിപ്പിൽ വിവരങ്ങളുമായിട്ട് ഉടനെ വീഡിയോ വരും. താങ്ക് യു.